ഓർമ്മകൾ ഊഞ്ഞാല് കെട്ടിയ പൂമരക്കൊമ്പിന്റെ തണുപ്പേറ്റുറങ്ങുന്ന നാലുകെട്ടുകളും നടുമുറ്റങ്ങളും മലയാളികൾക്ക് ഗതകാല സ്മരണകളുടെ പൂമണമാണ്. കാലത്തിനൊപ്പം സഞ്ചരിച്ച തലമുറകൾക്ക് കൈവിട്ടുപോയ മലയാളത്തിന്റെ ഹൃദയത്തുടിപ്പുകളായിരുന്നു അവയൊക്കെയും. അമ്മ മലയാളത്തിന്റെ ഓർമ്മച്ചെപ്പിൽ നിന്ന് ഒരു നുള്ള് ഓണസ്മൃതികളുമായി മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ പൊന്നിൻ പൂക്കളമിട്ട താരസുന്ദരിമാരുടെ പുതിയ തലമുറ ഓർമ്മകൾ ഓടിക്കളിച്ച ഓണത്തിരുമുറ്റത്ത് ഇതാ വരുന്നു. വർത്തമാനകാല ജീവിതത്തിൽ നിന്ന് നന്മയുടെ നാട്ടിടവഴികളിലൂടെ ഇഷ്ടതാരങ്ങൾ ഓണത്തുമ്പികളെ പോലെ പാറിപ്പറന്നിറങ്ങി. ഒത്തുചേരലിന്റെയും കണ്ടുമുട്ടലിന്റെയും ഓണക്കലപിലയുമായി താരസുന്ദരികൾ മുഖം മിനുക്കി ഉടുത്തൊരുങ്ങി. പൊന്നിൻ ചിങ്ങവെയിലിൽ തിളങ്ങിയ താരങ്ങൾക്കൊപ്പം പൂമുറ്റവും പൂവണിഞ്ഞു. മലയാളത്തിന്റെ വെള്ളിത്തിരയിലെ 20 വെള്ളി നക്ഷത്രങ്ങൾ പൊന്നോണ താരങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങളുടെ പൂമുറ്റങ്ങളിൽ ഇതാ പൊന്നോണ കാഴ്ചകളുമായി നിറയുന്നു. അതേ, പൂടാൻ പറഞ്ഞത് വെള്ളത്തിലല്ല, പൂടാൻ പറഞ്ഞപ്പോഴത്തേക്കും വന്ന് വെള്ളത്തിൽ മുഴുവൻ പൂടുകയാണ്. ഓഹോ, നമസ്കാരം. ഞാൻ വിചാരിച്ച് തല്ലാൻ എഴുന്നേറ്റാന്ന്. നല്ല കുട്ടിയാ. എന്നാണ്ട് വിശേഷമൊക്കെ? സുഖം സുഖം. ഓണമൊക്കെ ആയിട്ട് അടിച്ചു വിളിക്കല്ലേപ്പാ. ഞാൻ വന്ന് കയറിയപ്പോഴേ മഴ പെയ്യാന്ന് വിചാരിച്ച കലപില 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 എന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നൊക്കെ. ഒന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ സിനിമാടിമാരല്ലേ? അതുകൊണ്ട് അങ്ങനെയൊന്നും ഷായല്ല, പശുവിന്റെ ഷ, നിശബ്ദം. നിശബ്ദം അത് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിട്ടാണ് നിശബ്ദം എന്ന് പറഞ്ഞത്. ഇതെന്താ ഒരു ചെറിയ ആട്ടം ഉണ്ടല്ലോ, എന്ത് പറ്റി ഒരു ആട്ടം ഉണ്ടല്ലോ? അത് ക്രിസ്ത്യാനല്ലാത്തോണ്ടാ. ഞങ്ങളെയൊക്കെ കണ്ടിട്ട് വിറയ്ക്കുന്നതാണോ? അല്ലല്ല, നിങ്ങളെ കണ്ട് വിറക്കണ എന്തിനാ? എനിക്കൊരു ഉന്മേഷമായി നിങ്ങളെ കണ്ടപ്പോ. അങ്ങനെ നടിമാരും നായികമാരൊക്കെ മുഴുവൻ എന്റെ കൺമുമ്പിൽ വന്നേക്കല്ലേ. തകർക്കാപ്പ നമുക്ക് എന്താണെങ്കിലും നമ്മളിവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളിവിടെ വിളിച്ചു വരുത്തി, നിങ്ങളിവിടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തിയ ഒരാളുണ്ട്. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തുന്ന വലിയ ആള്. അതാണ് അത് എന്റെ തമ്പുരാൻ. തമ്പുരാൻ ഇപ്പൊ വരും. തമ്പുരാനേ, അതെ, എനിക്ക് പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയ കുട്ടി തമ്പുരാൻ. തമ്പുരാനെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് കുറവുണ്ടെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് തീർത്തരാം. ഓക്കെ അല്ലേ? ഈ ഓണം പൊളിക്കല്ലേ നമുക്ക്? ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ നോക്കിട്ട്. ഓക്കെ, മതി മതി.
ആ പിന്നെ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എന്നെക്കാട്ടിലും അടിപൊളിയായ വേറൊരാൾ വരുന്നുണ്ട്. അതാരാ? ചേട്ടന്റെയിലും അടിപൊളിയായ വേറൊരാളോ? ആ എങ്കിൽ വിളിക്ക്. വിളിക്കല്ലേ നമുക്ക്? നമസ്കാരം. നമസ്കാരം. സൂരജ്, ഓണാശംസകൾ. ഓണാശംസകൾ. ഇത് ഒരുപാട് പേരുണ്ടല്ലോ. ഓണാശംസകൾ. ഓണാശംസകൾ. ഇത് ഇന്ന് പറഞ്ഞു തീരുവോ? ഓണാശംസകൾ, 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 ഓണാശംസകൾ. കുറെ പേര് ഇനി ഇവിടെ ഉണ്ടല്ലേ. ഓണാശംസകൾ. ഗംഭീരമാവട്ടെ എന്തായാലും ഓണം. ഇത് സൂരജ്, ഇത് എന്താണിത്? അതാണ് പൂണ്ട് വിളയാട. എനിക്ക് ഭയ്യ സൂരജ് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാണ് സൂരജ് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഓണ ആഘോഷം നടക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് വന്ന് ഗംഭീരമാക്കണം. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഭയങ്കര ഒരു കാര്യമായിട്ട് തന്നെ ഒരുങ്ങി വന്നാണല്ലോ. എല്ലാരും കൂടി ഒരു മത്സരമായിരുന്നു അത്. ഓണാണെന്ന് വിചാരിച്ചിട്ട് ഒന്നിനും ഒരു കുറവ് നല്ല കാര്യമായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ആണല്ലേ? ആണല്ലേ? സൂരജ് കേട്ടാ? അല്ല ഇത് കേൾക്കാൻ വേണ്ടിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് കേൾക്കണ്ടല്ലോ. അതെന്താ നിനക്ക് കേൾക്കത്? അല്ല ഇവര് ഓൾറെഡി എന്നെ കുറിച്ച് പൊക്കി പൊക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇത്ര നേരമായിട്ട് ഇവനെ പൊക്കി പൊക്കി പറയായിരുന്നോ? അതൊന്നും താങ്ങാനുള്ള ശേഷി ഇവനില്ല. ഇത്ര 20 ആളുകളൊക്കെ കൂടി ഇവനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് താങ്ങാനുള്ള ശേഷി നിനക്കുണ്ടോ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആണോ? ഇവിടുത്തെ തമ്പുരാനെ പോയി കാണാൻ പറഞ്ഞു. അതാരാണ്? തമ്പുരാൻ ഞാൻ തന്നെയാണ്. എന്ന് മുതൽ? എന്ന് മുതൽ? ഞാൻ ജനിച്ച മുതൽ തമ്പുരാനാ. ഇത്ര നേരമായിട്ട് ഇവരിവിടെ എത്തിയിട്ട് എന്തൊക്കെ പരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്തു ഇവർക്ക് വേണ്ടിട്ട്? എന്ത് പരിപാടികളാ? ഇവര് കലബല 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 പറയുന്നില്ലേ, നമുക്ക് അതിന്റെ ഇടയിൽ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ആണോ? അപ്പൊ ഈ കലബില കലബില നിയന്ത്രിച്ച് ഇവിടെ കൊടുന്ന് ഇരുത്തിയതാണ്. ഓ അതിന്റെ പാടി എനിക്കേ അറിയാത്തോ. ഈ ഒറ്റയ്ക്കോ? ഇത്ര ആളുകളെ നിയന്ത്രിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തി? അതൊക്കെ ഞാൻ മാനേജ് ചെയ്യും. ആണോ? സമ്മതിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി, ഇവർക്കൊക്കെ പാചകം ഇഷ്ടമുള്ളത് എന്ത് വെക്കാനും നമുക്ക് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റപ്പാണ്. ആൾക്കാർ ഇവരെ ഇംപ്രസ് ചെയ്തിട്ടേ പോവുള്ളൂ തമ്പുരാൻ. അതെ അതെ അതെ. വിഭവ സമൃദ്ധമായ. ഒരു മിനിറ്റ്, ഓണം കഴിയുമ്പോഴേക്കും പഠിക്കുമോ? ഒന്നുകൂടെ പറയൂ. വിഭവ സമൃദ്ധം. പറയൂ. അതായ ഒരു ഊണ്. അതായി വിഭവ സമൃദ്ധമായ ഒരു ഊണ് കഴിച്ചിട്ട് ഞാൻ കേട്ടില്ല. ഈ എപ്പിസോഡ് കഴിഞ്ഞു. എന്നാ പറഞ്ഞോളൂ. വിഭവ സമൃദ്ധമായ ഒരു ഊണ് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടിട്ട് നമ്മുടെ പാചകക്കാരനുണ്ട്, ഇതൊക്കെ അറേഞ്ച് ചെയ്ത കാര്യസ്ഥനുണ്ട്. അത് ശരി, കണ്ടറിഞ്ഞ് തീരുമാനിച്ച എല്ലാം ഉണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ ആയിക്കോട്ടെ. ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ട് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞുള്ളൂ. ഇവരുടെ വിശേഷങ്ങൾ അറിയണ്ടേ? ഇവരൊക്കെ എനിക്കറിയാം. വിശേഷങ്ങൾ പറയൂ. ഓണ വിശേഷങ്ങൾ പറയൂ. വീട് എവിടെ പറയണം, വാട്സാപ്പ് നമ്പർ പറയണം. അത് മസ്റ്റ്. എൻ്റെ പേര് ഇനിയ. ഞാൻ അടുത്തിടെ ഇറങ്ങിയ അമർ അക്ബർ ആന്റണി സിനിമയായിരുന്നു മലയാളത്തിൽ അവസാനമായിട്ട് ചെയ്തത്. ലാസ്റ്റ് ചെയ്തത്. അതിൽ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ സോങ് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ചെയ്തു. ഇനി അടുത്ത് ബിജു മേനോൻ ചേട്ടൻ നായകനാകുന്ന സ്വർണ്ണക്കടവ് എന്ന ചിത്രമാണ് റിലീസാവാൻ ഒരുങ്ങുന്നത്. അത് ഓണം കഴിഞ്ഞ് റിലീസാകുന്നുണ്ട്. എൻ്റെ പേര് മാളവിക. മലയാളത്തിൽ ഞാൻ അധികം മൂവീസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് മൂവി വന്നിട്ട് 916 ആയിരുന്നു. സെക്കൻഡ് നടൻ സർസിപ്പി, അങ്ങനെ കുറച്ച് മൂവി ചെയ്തു. പിന്നെ തമിഴ് ചെയ്തു, തെലുങ്ക് ചെയ്തു. ഇനി മലയാളത്തിലും തെലുങ്കിലും ഒരു മൂവി റിലീസ് ആവാനുണ്ട്. എൻ്റെ പേര് ലിയോണ ലിഷോയ്. എൻ്റെ അച്ഛൻ ലിഷോയ് ഒരു ആക്ടറാണ്, ഇഫ് യു ഓൾ നോ. ഞാൻ ഇപ്പോൾ ചെയ്തത് ആൻ മരിയ കലിപ്പിലാണ് എന്ന് പറഞ്ഞ സിനിമയാണ്. സ്റ്റാർട്ടിങ് ചെയ്തത് ജവാൻ ഓഫ് വെള്ളിമല. എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ പേര് ശ്രുതി ബാല. ഞാനിപ്പോൾ മലയാളത്തിൽ 4 മൂവി ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് മമ്മൂക്കയുടെ കസബ എന്ന മൂവിയാണ്. പിന്നെ തമിഴിൽ ഒരു മൂവി ചെയ്തു, എ വെങ്കടേഷ് സാറിൻ്റെ റൊമ്പ നല്ല വേണ്ടാ നീ. സോ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് ദൃശ്യ രഘുനാഥ്. ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ കുറേ ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റൊരു ഫിലിം ചെയ്തിട്ടുള്ളൂ, ഹാപ്പി വെഡിങ്. അത് മതി. എൻ്റെ പേര് ദിയ ശ്രീഹരി. ഞാനും ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, ഹാപ്പി വെഡിങ് തന്നെയാണ്. എൻ്റെ പേര് ഗായത്രി മയൂര. എൻ്റെ ഫസ്റ്റ് മൂവി മലയാളത്തിൽ ചെന്നൈ കൂട്ടം എന്നാണ്. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ തമിഴിൽ 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. എനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ പേര് ഹന്ന. എൻ്റെ ഫസ്റ്റ് മൂവി ഡാവിൻ്റെ പരിണാമമാണ്. അതിനുമ്പ് മോഡലിംഗിലായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഹാപ്പി ഓണം വൺസ് അഗൈൻ. അയ്യോ ഒറ്റ മിനിറ്റ്. അയ്യോ ചെല്ലും വിചാരിക്കല്ലേ. ഇതോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പുളിശ്ശേരി. ഓ ഭാഗ്യം, അങ്ങനെ പുളിശ്ശേരിയും റെഡിയായി. ഞാൻ ടെൻഷന്റെ പുറത്തായോണ്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവസാനം ഞങ്ങളെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ അല്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇനി ഇതന്നെയാണോ അദ്ദേഹം കൊണ്ടുവന്നിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പേര് ഗൗരിനന്ദ. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ലാലേട്ടൻ്റെ ഒപ്പം 2 മൂവീസാണ്. ഒന്ന് രഞ്ജിത്ത് സാറിൻ്റെ ലോഹം, പിന്നെ പത്മകുമാർ സാറിൻ്റെ കനൽ.
ഇപ്പോൾ എൻ്റെ റിലീസാകാൻ പോകുന്ന മൂവി പകടിയാട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ മെയിൻ ഹീറോയിനായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിലൊരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് തമിഴ് ചെയ്തു, തെലുങ്ക് ചെയ്തു, ഇനിയിപ്പോൾ തമിഴ് റിലീസാകാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ ശ്രുതി മേനൻ, ടെലിവിഷൻ ഷോ ഹോസ്റ്റാണ്. അടുത്ത കാലത്ത് കിസ്മത്ത് എന്ന പടം റിലീസായി. ആൻഡ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് അഞ്ജലി. ഞാൻ തുടക്കം തമിഴിലായിരുന്നു. സ്വദേശം കൊച്ചിയാണ്. പിന്നെ നിരവധി മലയാള സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചു. കമ്മട്ടിപ്പാടം, കലി എന്ന ചിത്രങ്ങൾ ലാസ്റ്റൊക്കെ ഇറങ്ങി. ആൻമരിയ കലിപ്പിലാണ്. ബെൻ എന്ന ചിത്രത്തിന് വേണ്ടി സ്റ്റേറ്റ് അവാർഡും കിട്ടി. സോ താങ്ക് യു. തമ്പുരാനെ, ഇത് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടല്ലോ. ഇത്ര ആൾക്കാർ ഇത് എങ്ങനെ സാധിച്ചു? അതൊക്കെ കഴിയും. ആണോ? ലെവല് വേറെയാണ്. ഞാൻ ഫുൾ പറഞ്ഞില്ലേ. ടൈം ചെന്നൈ. അതെ അതെ, ഇത് കൂടെ ഒന്ന് നോക്കിയാണ്, ഇതൊന്ന് നോക്കിയാണേ. അവസാനത്തെ പുള്ളിയോ? പുള്ളി പോയി. ഓ ഭാഗ്യം, പപ്പടം കാച്ചാനുള്ള എണ്ണ തിളച്ച്. ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു. തമ്പുരാനെ, ഇനി കാര്യസ്ഥർ എപ്പോഴാ വരിക? എനിക്കറിയില്ല. അത് ശരി, ഇതാണ് അവസ്ഥ അല്ലേ? ഇവിടെ തന്നെ ഇരിക്കട്ടാ. എന്റെ പേരുദോഷം കേൾപ്പിക്കോ? എന്റെ പേരുദോഷം കേൾപ്പിക്കുമെന്നോ? എന്നെ പേരുദോഷം കേൾപ്പിക്കോ? അങ്ങനെ ഞാൻ വിചാരിച്ചു ഉള്ള പേരുദോഷം കേൾപ്പിക്കുമെന്ന് ചോദിക്കുകയാണെന്ന്. അടുത്ത ആള്. ഹായ്, എൻ്റെ പേര് ഋതുമന്ത്ര. ഐ ആം ഫ്രം ബാംഗ്ലൂർ. ഐ മീൻ ടു മോഡലിംഗ് ബേസിക്കലി. ഞാൻ ഒരു മൂവി ചെയ്തു മലയാളത്തിൽ, കിങ് ലായ. നെക്സ്റ്റ് ഇപ്പോൾ ഒരു തമിഴ് പടം ചെയ്തിട്ടുണ്ട്. അതൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ നിൽക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഹാപ്പി ഓണം ടു ഓൾ. നമസ്കാരം, എൻ്റെ പേര് രജിഷ വിജയൻ. ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, അനുരാഗ കരിക്കിൻ വെള്ളം. അതിനു മുൻപ് TV ഹോസ്റ്റായിരുന്നു. അപ്പം എന്താ പറയുക, സിനിമ എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹാപ്പി ഓണം. എൻ്റെ പേര് ജാനകി. ആദ്യമേ എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ലോ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ആദ്യത്തെ മലയാള സിനിമ ബ്ലാക്ക് ആണ്. അതിൽ മമ്മൂക്കയുടെ മോളായിട്ടാണ്. അതിനുശേഷം ഒരു 7 സിനിമ മലയാളത്തിൽ ചെയ്തു. ലാസ്റ്റ് ചെയ്തത് ഉറുമ്പുകൾ ഉറങ്ങാറില്ല. അതിൽ വിനയ് ഫോർട്ടിൻ്റെ പേരായിട്ടാണ്. എൻ്റെ പേര് ഗ്രേസ് ആൻ്റണി. ഞാൻ BA ഭരതനാട്യം ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് മൂവി ഹാപ്പി വെഡ്ഡിങ്. ഇപ്പോൾ അതിൽ പ്രേമത്തിലെ വില്ലൻ ജസ്റ്റിൻ്റെ പേരായിട്ട് ചെയ്തു. നെക്സ്റ്റ് മൂവി ഇറങ്ങാനിരിക്കുന്നത് വിനോദ് മങ്കര സാറിൻ്റെ കാംബോജി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേര് സൂര്യകിരൺ മേനോൻ. ഞാനൊരു അറൗണ്ട് 30 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാസ്റ്റർ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. എൻ്റെ പേര് സാഷ ഗോപിനാഥൻ. എൻ്റെ റിയൽ നെയിം ഈസ് ഡോക്ടർ ആശ ഗോപിനാഥൻ. അപ്പൊ ശരിക്കും എന്താ പേര്? സാഷ എന്നാണോ ആശ എന്നാണോ? ഇപ്പൊ കൺഫ്യൂഷൻ ആയി പോയി. ആശ. Now the movies like which I have done is Kasaba and recently the Kapi has been released. ഞാൻ 32 കാതം 23 അധ്യായം I was with JP as well. And നീന ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തമിഴ് പടം ചെയ്തിട്ടുണ്ട്, തീക്കുളിക്കും പച്ച വേണം. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ഗൗരി. എൻ്റെ സിസ്റ്റർ നിങ്ങളെല്ലാവർക്കും അറിയാം, മല്ലിക എന്നാണ് പേര്. ഞാനിപ്പോൾ ഒരു ഫിലിമേ ചെയ്തിട്ടുള്ളൂ, സൂം എന്നാണ്. ഞാൻ സ്വാതി, ആയുർവേദ ഡോക്ടറാണ്. പിന്നെ ഒരു കുച്ചിപ്പുടി ഡാൻസറാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് മൂവി സൂസു സുധീവാത്മീകം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തമിഴ് മൂവി ചെയ്തു. പിന്നെ മുഖപടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചേച്ചിയും ലിയോണയൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു മൂവി ചെയ്തു. അതാണ് എൻ്റെ വിശേഷം. ഹാപ്പി ഓണം. ഞാൻ മീര നല്ലൂർ. ഞാൻ അടൂ സാറിൻ്റെ പിന്നെയും എന്നുള്ള മൂവിയാണ് ഇപ്പോൾ ചെയ്ത എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ബേസിക്കലി പാലക്കാട് നിന്നാണ്, എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഹാപ്പി ഓണം ടു ഓൾ. തമ്പുരാനെ, അല്ലത് എങ്ങനെ ഇത്ര ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നവരിൽ എല്ലാവരും തമിഴ്, മലയാളം, തമിഴ് ഇൻഡസ്ട്രി എന്നൊക്കെ 1-2 പടങ്ങൾ ചെയ്താ. ഇപ്പൊ ഒരു പടം ചെയ്തിട്ടുള്ളൂ വെച്ചാൽ അത് 100 ദിവസം ഓടിയ പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ സംവിധായകരുടെ പടങ്ങളായിരിക്കും. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കണക്ഷൻസ് വേറെ, ഞാൻ പറഞ്ഞല്ലോ വേറെ ലെവലാണ്. അതെനിക്ക് മനസ്സിലായി. ശ്യാമും സുമേഷും. അയ്യോ, അത് ഇവിടെ അറേഞ്ച് ചെയ്യാൻ മാത്രം. അതെ, നിങ്ങൾക്ക് ഇത്ര പേർക്ക് അറേഞ്ച് ചെയ്യാം. ഈശ്വര അല്ല കുഴപ്പം. ഞാൻ അകത്ത് നോക്കിയപ്പോഴേ ഒരു പൂച്ച നമ്മളെ പായസം കുടിക്കുന്നു. അല്ല പേടിക്കണ്ട, ഒരു തുള്ളി അവൻ കുടിച്ചില്ല. അവൻ വായിലെടുത്ത് അപ്പോഴേ ഞാൻ കർണം തടിച്ച് തുപ്പിച്ച്. അവരെ ഒരു തുള്ളി അവനെ കൂടെ കുടിപ്പിച്ചില്ല. ധൈര്യം കേട്ടോ. ഞാൻ ആ പൂച്ച ഉണ്ടല്ലേ അവൻ എന്ത് ചെയ്യാൻ. നിങ്ങൾ തുടങ്ങി. നിങ്ങൾ ഇതുപോലത്തെ കണക്ഷൻസ് ഇനിയുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ലെവല്? അതെ, അവിടെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള. എനിക്ക് മനസ്സിലായി. ഇപ്പൊ പൂച്ചയാണല്ലോ, ഇനി പുലിയൊക്കെ വരുമോ? അല്ല, എനിക്ക് പോവാൻ അവിടെ കുറെ പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ പോയാലോ എന്ന് ആലോചിക്കാണ്. അല്ല, എനിക്ക് പോവാൻ തോന്നുന്നില്ല. അല്ല, ജീവിച്ചേട്ടൻ ഇവിടെ ഈ 20 സുന്ദരിമാരികൾ ഇടയിൽ ഒറ്റക്കല്ലേ, എങ്ങനെ മാനേജ് ചെയ്യും? ഞങ്ങള് നോക്കിക്കോളാം ജീവിച്ചേട്ടനെ. അപ്പൊ ഞാൻ പോണോ? ആയിക്കോട്ടെ. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ. ഒരു ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇനി എന്താ ആവശ്യം? ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വിളിക്കാം. ഒരു വിളി വിളിച്ചാൽ മതി. ഓ അതെ.
അച്ഛൻ വന്നാ ആരാ പാചകക്കാരെവിടെ? ഒരു പൂച്ചയുടെ പിന്നാലെ ഓടിയുണ്ട്. പൂച്ചയോ? അവനെയൊന്ന് കൊല്ലും ഞാൻ. എന്തുപറ്റി? പൂച്ചയൊന്നുമല്ല, ഞാൻ ചെന്നപ്പോ ഒരു ബക്കറ്റിൽ അവൻ പായസം എടുത്ത് ഓരോ കപ്പ് വാരി കുടിച്ചോണ്ടിരിക്കണ്. എടാ പൂച്ച നിന്റെ എന്നെ വിളിക്കണേ. അയ്യോ വിളിച്ചോളാം, നീ ചെല്ല്. നീ പൂച്ച പുലി പായസം എല്ലാം നോക്കൂ, ഉച്ചക്ക് കഴിക്കാനുള്ളതല്ലേ. ഓ വിളിക്കാം തീർച്ചയായിട്ടും വിളിക്കാം. ഇങ്ങനൊരു ഓണം ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഓണങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ കാര്യസ്ഥനും പാചകക്കാരനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നു, പൂച്ച ഓടുന്നു, അതിന്റെ ഇടയിൽ ഇവൻ ഓടുന്നു. പൂച്ച ഏതാണ് ഇവൻ ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായാലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓണം. എനിക്ക് വയ്യ. ആരൊക്കെ പുറത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്? കേരളത്തിൽ ഓണം ആഘോഷിക്കാത്ത ആൾക്കാർ. അപ്പൊ ഇവിടുത്തെ ഓണാണോ അവിടുത്തെ ഓണാണോ ആവേശം കൂടുതൽ? ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയില്ലേ, അതന്നെ. അവിടെ അറബീസ് വരെ ഫുഡൊക്കെ കഴിക്കും. അവർക്ക് ഭയങ്കര ഒരു കൗതുകമാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ. നമുക്കത് വലിയ കൗതുകമൊന്നും അല്ലല്ലോ. പുറത്തെ ഓണമാണ് ഗംഭീരം എന്ന് പറയുന്നു. ഇവിടെ നാട്ടിൽ ഗംഭീരമായിട്ട് ഓണം ആഘോഷിച്ച ആരൊക്കെ ഉണ്ട്? ഇവിടെ നാട്ടിൽ ഗംഭീരമായി ഓണം ആഘോഷിക്കുന്ന ആൾക്ക് എന്താണ് പറയാനുള്ളത്? പുറത്തുള്ള ഓണത്തിന് ഇവിടുത്തെ ഒരു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നു, ആണോ? ഇല്ല, ശരിക്കും ഇവിടെ നന്നായിട്ട് ഓണം ആഘോഷിക്കാം. കാരണം ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ ആഘോഷിച്ചിട്ടുണ്ട്. അത്തപ്പൂയിടും 10 ദിവസം ഈ ചാണകമൊക്കെ മെഴുകിയിട്ട് നമ്മൾ അത്തപ്പൂയിടും. എന്നിട്ട് അമ്പ് എന്റെ കസിൻ വന്നിട്ട് അമ്പൊക്കെ ചെയ്തിട്ട് ആ അമ്പ് കുത്തി എടുക്കണം. അത് അങ്ങനെ ഓണം അത്തപ്പൂ പൊളിക്കണം. അങ്ങനത്തെ ചടങ്ങൊക്കെ. ജാനകി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എല്ലാ ഓണം, കഴിഞ്ഞ വർഷത്തെ ഓണം വരെയും ആഘോഷിക്കായിരുന്നു. അമ്മയുടെ വീട്ടിലാണ് എല്ലാ വർഷവും ഓണം. ഫാമിലി ഫുൾ അന്ന് അവിടെ വരും. ഞങ്ങൾ അത്തപ്പൂ ഇടും, നിലത്തെ ഇലയിട്ട് സദ്യ ഉണ്ണും. അത് കഴിഞ്ഞ് അതൊരു നാട്ടുമുറ കളികളുണ്ട്. ചാക്കിൽ കയറി ഓട്ടം, വടംവലി, അങ്ങനെ ഓണത്തിൻ്റെ കളികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാനമേളയുണ്ട്. ലാസ്റ്റ് ഒരടിയുണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഓണം തീരും. ഓണത്തിന്റെ ആഘോഷത്തിന്റെ ലാസ്റ്റ് അതാണ് അടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നീ കറക്റ്റായി വന്നു. അതാണ് ടൈം. അതെ, അല്ല ഒരു അടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഓണത്തിനെ. ഈ ഓണത്തല്ല് എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നീ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 20 പേര് നിന്നെ ഒറ്റയ്ക്ക് ഓടിച്ചിട്ട്. അങ്ങനെ ആണല്ലേ? എന്തിനാ വന്നത്? എന്തിനാ? ആര് വിളിച്ചു? ഞാൻ വിളിച്ചോ? നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? ഞങ്ങൾ ആരും വിളിച്ചില്ല. കേരളത്തിന് പുറത്ത് ഉണ്ടാവില്ല. കേരളത്തിന് പുറത്ത് ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ ആഘോഷിച്ചിട്ടില്ല. ഇവിടെ നേരത്തെ ആരൊക്കെ എവിടേക്ക് ആഘോഷിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ അകത്ത് പോവാന്ന് പറഞ്ഞിട്ട് ചെവി മൊത്തം ഇവിടെ ആയിരുന്നല്ലേ? ഞാൻ എപ്പോഴാ വരാൻ പറ്റുന്നുള്ളൊരു ആരെങ്കിലും സെറ്റിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? സിനിമ സെറ്റിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ലാസ്റ്റ് ഇയർ ലാലേട്ടന്റെ കൂടെ ഓണം ആഘോഷിക്കാൻ സാധിച്ചു. അടിപൊളി. കോളമായി പോയ ഒരു ഓണാഘോഷം ആരെങ്കിലും? രജീഷ് ഏതാ പറയേണ്ടത് ആലോചിക്കുക. എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്, ഏത് പറയും അല്ലേ? ഇല്ല, കോളൊന്നും അല്ലായിരുന്നു. ബിക്കോസ് സാഷ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്, അവിടെ നിന്നിട്ടുണ്ട്. 2 ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടും ഈക്വലി ഫൺ ആണെങ്കിലും, കാരണം ഇവിടെ ഉള്ളപ്പോൾ ഫാമിലി ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നിയത് ഒരു പൊടിക്ക് കൂടുതൽ എഫേർട്ട് ഇടുന്നത് അവിടെ ഉള്ളപ്പോഴാണ്. അത് പറഞ്ഞപ്പോഴാ അകത്തൊരു പണിയില്ല. എന്തൊക്കെയാണ് നമ്മുടെ അല്ല ഇതുവരെയുള്ള പണികളൊക്കെ മനസ്സിലായി. അതല്ല, ഇനി എന്തൊക്കെയാണ് നമ്മളിവിടെ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞ ഇവിടെ ഇത്രയും ആൾക്കാരെ ശരിക്കും നമ്മൾ ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. പിന്നെ ഓണസദ്യ ഉണ്ട് ഗംഭീരമായ. നേരത്തെ വന്നില്ലേ പാചകക്കാരന്റെ ഗംഭീരമായ ഓണസദ്യ ഉണ്ട്. സദ്യയിൽ എത്ര കൂട്ടം കറികളുണ്ട് അതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. എത്ര കൂട്ടം പായസം, അതൊക്കെ സർപ്രൈസ് ആണ്. അപ്പൊ പറഞ്ഞുതരാം. അതിപ്പോ പറഞ്ഞേ പറ്റൂ കേട്ടോ. ഒരു 20ഓളം കറികളൊക്കെ ഉണ്ട്. 20 കറിയോ? എണ്ണു അവസാനം 20 ഓരോന്നും തല്ലാണ്. ഓരോ കറി ഇല്ലാതെ 20 കുറഞ്ഞാൽ തല്ലാണെന്ന്. വേഗം പോയിട്ട് വന്നോളൂ, വേഗം പോയി വന്നോളൂ. സമയമുണ്ട്, ധൈര്യമായിട്ട് പോയി വന്നോളൂ. അല്ല, സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യൻസിനെ ഇലയിൽ ഇത്രയും കറി കാണുമ്പോഴേ അവർക്ക് വലിയ ഷോക്കിംഗ്. ഇത്ര കൂട്ടം കറി ഒരുമിച്ച് ഒരു ദിവസം പച്ചക്കറിക്കടയിലേക്കൊക്കെ നോക്കുന്ന പോലെ ആദ്യം തന്നെ ഇലയിൽ കഴിക്കുന്ന ആ ഒരു സംഭവം വലിയ സംഭവമാണത് നോർത്ത് ഇന്ത്യ ആൻഡ് ഈവൻ ബോംബെയിൽ. ആൻഡ് കടയിലൊക്കെ കിട്ടും ഇല, പിന്നെ കറികളൊക്കെ വന്നിട്ട് ഭയങ്കര. അത് രജിഷ പറഞ്ഞ ശരിയാണ്, എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നത് നമ്മൾ കേരളത്തിന്റെ പുറത്താവുമ്പോഴാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ വീടുള്ള ആരെങ്കിലും ഇവിടെ ഇതിനകത്തുണ്ടോ? കോഴിക്കോട് ഓണത്തിന് നോൺ വെജ്
ഒക്കെ കഴിക്കുന്ന ഒരു വിഭാഗം എല്ലാവരും നോൺ വെജ് കഴിക്കുന്നവരാണോ ഓണത്തിന്? ഓണത്തിന് മാത്രമല്ല കല്യാണങ്ങൾക്കും ഇല്ല അവിടെ. കല്യാണങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ കല്യാണങ്ങൾക്ക് സദ്യയുടെ കൂടെ നോൺ വെജ് ഉണ്ടാവില്ല, സദ്യ സെപ്പറേറ്റ്. അപ്പൊ ഈ ഇലയിൽ ഇങ്ങനെ ചിക്കൻ പൊരിച്ചൊക്കെ ഇരിക്കണ്ടോ? അല്ല അങ്ങനെയല്ല, കൂടുതൽ എനിക്കൊന്ന് മീൻ വറുത്തതാണ് മേജർ. ചിക്കൻ അല്ലേ മീന്, അതെ നമ്മളെല്ലാം ഉണ്ടാവും എന്നുള്ളൊരു ഇതിലൂടെ ഫുൾ ആഘോഷമാണ്. അപ്പൊ എല്ലാവരും ഓണം തകൃതി ആഘോഷിച്ചു. എന്നെ പിന്നെ വിളിച്ചില്ലേ? ഞാനോ? നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. നീ ഇവിടെ ഇരി. മനസ്സിലായില്ലേ? എന്നാ ഞാൻ ഇരിക്കട്ടെ അല്ലേ? അത് ശരി. നിങ്ങളെല്ലാവരും അത്യാവശ്യം പാടും എന്നൊക്കെ കേട്ടു. അപ്പൊ നമുക്ക് ഇവൻ പറഞ്ഞ തമ്പുരാൻ പറഞ്ഞാ അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ പാടിയാ ജീപ്പിച്ചേട്ടൻ പാടുപെടും. അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ ശരി. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മളൊരു അന്താക്ഷരി കളിക്കാൻ പോവാണ്. ഇനി അതിനെ കൂടുതൽ ഞാൻ സിമ്പിൾ ആക്കി തരാം. അന്താക്ഷരിയിൽ ഓണപ്പാട്ടുകൾ മാത്രമേ പാടാൻ പാടൂ. അത് സിനിമാ പാട്ടാവാം, ലൈറ്റ് മ്യൂസിക് ആവാം, എന്ത് പാട്ട്. പക്ഷെ ഓണമായിട്ട് ബന്ധം വേണം. അറ്റ്ലീസ്റ്റ് കേരളം മലയാള തനിമയായിട്ടെങ്കിലും ഒരു ബന്ധം വേണം. ഇനിയിപ്പോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ട്യൂണിൽ പാടാം. 15 സെക്കൻഡേ ഉള്ളൂ കേട്ടോ ടൈം. ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവടിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവണിയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി താ തിരുവായേ. എനിക്ക് പാടാറിയില്ല, പാട്ട് പാടാറിയില്ല, പിന്നെ പാട്ട് വായിക്കാൻ അറിയോ? തിരുവാവണിയാവ് മനസാകെ നിലാവ് പെണ്ണിൻ തിരുവോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് തുണ്ടിൽ തിരുവോണപ്പാട്ട്. ഈ ടീം ഇങ്ങനെ ആടി ഉലഞ്ഞിട്ടൊക്കെ കേട്ടോ പാടുന്നത്. അവർക്കൊരു സിഗ്നേച്ചർ പാർവണേന്ദു മോഖി പാർവതി ജയദേശ്വരന്റെ ചിന്തയിൽ മുഴുകി മയങ്ങി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധന്മാർക്കും ഒട്ടില്ലതാനും. 4 സെക്കൻഡായി, 5 സെക്കൻഡായി, 8 സെക്കൻഡായി. പുലരിതൻ തിരുമുത്ത് ഈ തിരുവോണ ആ സോങ് അങ്ങനെയാ. ഈ തിരുവോണ സ്റ്റാർട്ട് ചെയ്യുന്നു. പറഞ്ഞായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാട്ടില്ല. താഴെടുത്തോട്ടെ. അല്ല ഇതെന്തറിയോ, ഈ തിരുവോണാതെ പടി കഴിഞ്ഞ് ഇവര് നാളെ പിന്നെ അടുത്തതിന് ആ മാവേലിന്ന് പാടും. അപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഈ ടീം ജയിച്ചിരിക്കുന്നു. തമ്പുരാൻ ഒരു ഓണപ്പാട്ട് ഒന്ന് കമ്പോസ് ചെയ്തിട്ട് സ്വയം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പെട്ടെന്ന് ആ ക്രിയാത്മകത ഒന്ന് കാണട്ടെ. ഇവിടെ 20 പെൺപിള്ളേരാണ് ഇരിക്കുന്നത്. നാണോ? ഓണം വന്നല്ലോ, ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ചാടിമറിച്ചല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ സദ്യ ഉണ്ടാകും. അപ്പൊ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കാവുന്നതാണ്. കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഊണൊക്കെ കഴിക്കാനുള്ളതല്ലേ, ഇതൊക്കെ ദഹിക്കണ്ടേ? അതാണ്.
ഈ ആവശ്യമുള്ള ചോദിച്ചു മേടിച്ചോളാണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് കാണുന്നത് നിന്നെ? എന്നാ എന്നെ കേട്ടു ഇങ്ങോട്ട് കേറ്. ഇപ്പൊ കറക്റ്റാ. ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആവശ്യമുള്ള എന്താന്ന് വെച്ചാ ചോദിച്ചു കൊടുക്കണം. കൊടുത്തോളാം. ആ വിളക്കിൽ തലകാട്ടാണ്ട് മാറി. അപ്പൊ എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാണ്ട് 20 കൂട്ടം കറികളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എന്തെറിഞ്ഞിട്ട് പറയുന്നത് 20 ഇല്ല. സോറി ഒരു 10 കൂട്ടം കറി എന്ന് പറഞ്ഞാൽ പപ്പടം പഴമൊക്കെ വെക്കാൻ സ്ഥലം വേണമല്ലോ. അതെ, ഒരു 10 കൂട്ടം കറി ഇവിടെ എന്താന്ന് വെച്ച് കൊടുത്തോണ്ട് നമ്മുടെ ആളാണ്. എന്താ വേണ്ടേ? തരാം അങ്ങോട്ട്. ഇവിടെ അവിയൽ കൊടുക്കട്ടോ. ഈ ഉപ്പേരിക്ക് ഭയങ്കര ഉപ്പാന്ന്. പിന്നെ ഉപ്പേരിക്കല്ലാതെ പായസത്തിനകത്ത് നമുക്ക് ഉപ്പിടാൻ പറ്റുമോ? ഉപ്പേരിക്ക് ഉപ്പുള്ളതുകൊണ്ടാണ് അത് ഉപ്പേരി എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? എന്തൊരു മനുഷ്യത്തി ഭക്ഷണം കഴിച്ചപ്പോൾ അതിന്റെ കഥകൾ ഐതിഹ്യങ്ങളും നമ്മൾ എന്താ പപ്പടം കിട്ടിയില്ലല്ലോ. പപ്പടം കിട്ടിയില്ലാന്നോ? പപ്പടം കിട്ടിയില്ല. എന്റെ പൊന്നു കൂട്ടുകാരാ, നീ ഇങ്ങോട്ട് മാറി അല്ല പപ്പടം എന്ന് പറഞ്ഞ് ചോറിന്റെ കൂടെ എടുത്ത് വെച്ച് ഞെരടി കളയോ അവര്. കറിയൊക്കെ നല്ല അസൽ ബോറായിട്ടുണ്ട്. അവിടെ പറഞ്ഞ കറികളെ അസല് ബോറായിട്ട്. അതങ്ങനെ മോര് ഞാൻ വിളമ്പില്ല, പിന്നെ അങ്ങനെ മോര് അതിനകത്ത് വരും. അതെന്തൊരു ചോദ്യം ചോദിച്ചാ? മോരില്ല. പിന്നെ നിന്റെ കാര്യം പറയാം. നീ എന്റെ ഇടക്കിടന്ന് മെരകരുത്. ഞാൻ പറഞ്ഞാ നീ ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? 99 47 96 06 17. മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ. മറ്റേ എവിടെ വെച്ചേ? അതെ അവിടെ പറഞ്ഞോടത്ത് വെച്ചിട്ടുണ്ട്. അവിടെ അല്ലേ വെച്ചേ? എന്റെ നമ്പർ ആ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തില്ലേ? എടാ നിങ്ങളൊരു കാര്യം, നിങ്ങൾ എന്തോ മനുഷ്യപ്പറ്റില്ലാത്തവരാണ്. ഞാൻ ഇത്ര സ്വാഭാവികമായിട്ട് ഉണ്ടാക്കി നിങ്ങൾ ഇവിടെ തന്നെ വിളമ്പി കൊടുത്തത് എന്റെ കുഞ്ഞുങ്ങൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. എന്നെ അങ്ങോട്ട് കുഴക്കുന്നേ. പാറി പോവാൻ പറ്റുമോ എനിക്ക്? നമുക്ക് വീട്ടുവിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. എന്റെ ദൈവമേ, ആരെങ്കിലും ഒരു ലോഡ് പപ്പടം ഒന്ന് ഇറക്കി കൊടുക്കാം. വന്ന നേരം തൊട്ട് പറഞ്ഞ പപ്പടം കിട്ടിയില്ല. എന്റെ സാമ്പാർ പുളിച്ചിട്ടുണ്ടല്ലോ. സാമ്പാർ എന്താ പുളിച്ചിരിക്കുന്നത്? അയ്യോ അത് സാമ്പാറല്ല, ഇതാണ് പുളിശ്ശേരി. ഇല്ലടാ പറഞ്ഞു. സൂപ്പർ ആയിരുന്നു. എടാ ഇവിടെ ഒന്നും കൊടുത്തില്ലടാ ഈ കൊച്ചിന്. കൊടുക്കാത്തല്ല. അയ്യോ അത് മുഴുവൻ കഴിച്ചതാ. ആണോ? എപ്പ കഴിക്കും? കുറച്ച് കഴിയട്ടെ, ഇവരൊക്കെ കഴിക്കട്ടെ, പിന്നെ കഴിക്കാം. അപ്പൊ നാളെ കഴിക്കല്ലേ? സാധനം തീർന്നു. സാധനം തീർന്നോ? തീർന്ന്. ഒരു മത്സരമായി കരുതിയിരിക്കുകയാണോ എല്ലാവരും? മത്സരങ്ങൾ വേറെ ഉണ്ട്. നിങ്ങൾ കഴിച്ചോ? ഞങ്ങള് കഴിക്കണ്ടെന്ന് വെച്ചു. അതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ കൊടുത്തത്. ഏറ്റവും കൂടുതൽ ചെലവായത് ഏതാണ്? കിട്ടില്ല. ഏറ്റവും കൂടുതൽ ചെലവായ വിഭവം ഏതാ? എല്ലാം പായസം. ഏറ്റവും നല്ല എന്തായിരുന്നു അറിയോ? സാമ്പാറും പപ്പടവും. സാമ്പാറും പപ്പടായിരുന്നു ഏറ്റവും നല്ലത്. ഇനി ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പൊ ഓണത്തിന്റെ കേരളം വിട്ട് ഇനി മെല്ലെ മെല്ലെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി തുടങ്ങും. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ സംഭവം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നല്ലത് ഇവര് എഴുന്നേക്കണ്ടേ? എങ്ങടാ കൊണ്ടുപോണ ഈ പാതിരാത്രി ഞങ്ങൾ ഇത്രയും പെൺകുട്ടികളെ? അതൊക്കെ പറയാനേ വാ. എങ്ങടാ പറയൂ. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറിയടി ഉണ്ടെന്ന്. ഇതൊക്കെ എപ്പോ സെറ്റപ്പ് ഉണ്ടാക്കി? അതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഉരുളി റെഡിയാണോ? ഉരുളി അല്ലേ? ഉറി അടിക്കുന്നതിന് മുന്നേ രണ്ടെണ്ണം അടിച്ചു അല്ലേ? അതടിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ അടിക്കണ്ടേ? പിന്നെ അടിക്കാനല്ലേ ഇവരെ മുഴുവൻ കൊണ്ടു നമുക്ക് ഉറി അടിക്കണ്ടേ? ഇവരാരും അടിച്ചിട്ടില്ലല്ലോ. ഉറി അടിച്ചോട്ടെ, വടി കൊടുത്തു നോക്കിയേ. അങ്ങനെയാണ് കളിക്കാം. തുടങ്ങല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സജഷൻ പറയാണ്ട്. ഞങ്ങളൊരു ടീമുണ്ട് അളിയാ. ഞങ്ങളൊരു ഇത്തിരി ടീമുണ്ട്. ഞങ്ങളൊരു കുറച്ച് ടീമുണ്ടായിരുന്നു. പൊന്നളിയാ. ഇയാളെ റഫറി. ആയിക്കോട്ടെ.
അല്ലല്ല നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ടീമിൽ നിന്ന് ഋതു വരാം. ഋതു ആരായിക്കോട്ടെ. വട്ടം പൊളിഞ്ഞു പോയേ. ഞങ്ങൾ അടുത്തേലെ പൊട്ടിക്കും. അല്ല ഞങ്ങൾ വിട്ടു കളഞ്ഞതാ, നിങ്ങൾ പൊട്ടിക്കും. ഞങ്ങളുടെ ടീമിൽ നിന്ന് ലിയാന. നമ്മുടെ ടീമിൽ നിന്ന് സാക്ഷാൽ സാഷ. അത് മതി കറക്കിയത്. ഓഹോ എനിക്ക് തോന്നേ ചെണ്ടക്കാര് വേ നിർത്തിയെന്താ അറിയോ, അവരുടെ ജീവനിൽ കൊതി ഉണ്ടായിട്ടുണ്ട്. കാരണം അവരടുത്തേക്കാ പോണേ. എടാ സൂരജ്, എടാ സാക്ഷാല്ല ഇനി സാക്ഷാൽ ശ്രീമാൻ ചാത്തുനി വന്നാൽ ഇത് പൊട്ടിക്കത്തില്ല. ഓഹോ അടുത്ത ഞങ്ങളുടെ ടീം. നിങ്ങളുടെ ടീമിൽ നിന്ന് ആര് വന്നാലും ആരാ വന്നെ? ഇനി ആരാ വന്നെ? ഇനിയാ ഇനി ആരാ വന്നേന്ന്? ഇനിയാ വരുന്നേ. ഇനി വരാൻ പോകുന്നത്
ഇനിയാ ആ ഇനി വരുന്ന ഇനിയ ആരാണെന്നാ ചോദിക്കണേ. അത് ഇനിയാ. ഇതാണ് ഇനിയ. ബാക്കിലോട്ട് വാ ബാക്കിലോട്ട് വാ ബാക്കിലോട്ട് വാ. ഓക്കേ ഓക്കേ. അല്ലല്ല ഞാൻ പറയട്ടെ, അടുത്ത ഗെയിമില് ഉറപ്പായിട്ടും നിങ്ങൾ തോക്കും ഇതുപോലെ അത്രേ ഉള്ളൂ. ഞങ്ങൾ ജയിക്കും. കാണാം. ചെണ്ടക്കാരെ അടിച്ച് തകർത്തോളം കേട്ടോ. അടുത്ത കളി വടംവലിയാണ്. വടംവലി. പക്ഷെ വേറെ കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഇത്രയും നേരം വാചകം അടിച്ച് ജയിച്ചല്ലോ അവര്. അവര് നിങ്ങളെ രണ്ടുപേരെയാണ് ഞാൻ പറയുന്നത്. ആരാ രണ്ടുപേരെ? ഞങ്ങള് മറ്റേ മെയിൻ ആൾക്കാരാണ്. അമരക്കാരാ ടീമിന്റെ. വെറും വർത്തമാനം മാത്രമേ ഉണ്ടായിരുന്നേ. ഇനി വടത്തില് ഇവരെ ഹെൽപ്പ് ചെയ്യും. വടം പിടിച്ച് വലിച്ച് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിൽക്കൂലേ? ഞാൻ റെഡി 1 2 3 പറഞ്ഞിട്ട് അവരൊരു ബെല്ല് തരും. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കേ അല്ലേ? റെഡി അല്ലേ? റെഡി 1 2 3. കഴിഞ്ഞു. ഇനി നിങ്ങൾ അവിടെ നിന്നിട്ടും ആ ടീം ഇവിടെ വന്നിട്ടും കളിക്കും. ഇതെന്നാ പ്രാന്ത് കളിയാടാ. ഇനി അടുത്ത റൗണ്ടിൽ ആര് ജയിക്കാന്ന് നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇനി മൂന്നാമത്തെ ഇതാണ്. അത് നമ്മൾ ടോസ് ഇട്ട് ആര് എവിടെയെന്നുള്ളത് തീരുമാനിക്കും. ഓക്കെ അല്ലേ? ആരാ ഹെഡ്? ഓക്കെ 1 2 3. ഭഗവാനെ കാത്തോണേ. ആരാ ഹെഡ്? ഓക്കെ 1 2 3. ഭഗവാനെ കാത്തോണേ. അപ്പൊ ടൈല് കിട്ടിയ ശ്യാമേട്ടൻ, നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണം? അവിടെ. ഓക്കെ. അപ്പൊ തുടങ്ങല്ലേ? കട്ടക്ക് നിൽക്കൂലേ? റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്.
ഞങ്ങളുടെ ടീമിലെ മാത്രം സുന്ദരികൾ. അല്ല ഇത് മൊത്തം സുന്ദരികളാണ്. പിന്നെ ഇടയ്ക്ക് ഒരു സുന്ദരനും കൂടി ഉണ്ട്. ഈ ഒരു ഓണാഘോഷ പ്രോഗ്രാമിൽ അടുത്തതായിട്ട് ഒരു തിരുവാതിരക്കളിയാണ്. വേറെ സുന്ദരിമാരിട്ടോ ഇവരല്ലേ? ഞാൻ വേറെ കൊറേ ഇറക്കിയിട്ടുണ്ട്. സുന്ദരിമാരെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് ഞാൻ. അത് ശരി. ഗംഭീര പ്രോഗ്രാമാണ്. ഗണമണിയുന്ന പരമേശൻ തനയന ഗണപതി തുണ ചെയ്വാൻ പ്രണമിക്കുന്നേ കളവാണി സരസ്വതി കരുണയോടടിയന്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ പഞ്ചബാണൻ കണ്ടുടയ വഞ്ചനയെ സഹിയാനു നെഞ്ചകം വാലഞ്ഞിടുന്നു മമകമയ്യോ പഞ്ചബാണൻ കണ്ടുടയ വഞ്ചനയെ സഹിയാനു നെഞ്ചകം വാലഞ്ഞിടുന്നു മമകമയ്യോ. കണ്ടില്ലേ നമ്മുടെ ഞാൻ കൊടുക്കുന്ന ടീം എങ്ങനെയുണ്ട്? അടിപൊളി. ഇങ്ങനെ വേണം കളിക്കാൻ പെണ്ണുങ്ങളായ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടോ? സ്റ്റെപ്പൊക്കെ അറിയോ? പക്ഷെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് തരണം പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ. അത് തരാം. പക്ഷെ കളിക്കണം. ഇതേപോലെ സൂപ്പർ ആയി കളിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഓണായിട്ട് നമ്മുടെ പ്രിയ താരങ്ങളുടെ തിരുവാതിര കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. എല്ലാ ഫ്ലവേഴ്സ് ടിവി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Yeah.